2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇടക്കൊച്ചിയിൽ കളിസ്ഥലം നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ 16 ഉൾപ്പെടുന്ന ഇടക്കൊച്ചിയിലെ നവീകരിച്ച കളിസ്ഥലം ഒക്ടോബർ 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഭിമാനത്തോടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. അഭിലാഷം മറന്നുപോയി പറയാന്ന് പറഞ്ഞിരുന്നാണ് ബഡ് സ്കൂളിന്റെ കൂടി ഉദ്ഘാടനം, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു. അത് നിർമ്മാണമാണ് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു. മൂന്നാമത്തെ കാര്യം, 1,20,00,000 രൂപയാണ് ഇത്ര അല്ലെ ആദ്യം അല്ലെ GST കഴിഞ്ഞിട്ട്. അപ്പൊ അതില് ഞങ്ങളുടെ കൗൺസിൽ ഡിസംബർ വരെ ഉള്ളൂ. കൗൺസിലിന് അധികാരമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ. പക്ഷെ പുതിയ കൗൺസിൽ ഡിസംബർ 28 കഴിഞ്ഞാണല്ലോ സാധാരണ. ഡിസംബർ 28-നാണ് ഞാൻ മേയറായി ചുമതലയേറ്റത്. പുതിയ മേയർ വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് പുതിയ മേയറാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ ഇടക്കൊച്ചിക്കാരോട് ഒരു വാക്ക് പറയുന്നു. സാധാരണഗതിയിൽ നവംബർ, ഡിസംബർ ഈ 2 മാസം ഫുള്ളായിട്ട് എടുത്താൽ കൂടിപ്പോയ 30 ലക്ഷം. ലെനിമോൻ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ, ഞാൻ ലെനിമോൻ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് മുഖ്യാതിഥിയായിരുന്നു. 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ ചടങ്ങിൽ നേതൃത്വം നൽകി. കളിസ്ഥലം നമുക്ക് ഇടക്കൊച്ചി പ്രദേശത്ത് എങ്ങുമില്ല. പലപ്പോഴും ചെറിയ പറമ്പിലോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കായിക വിനോദത്തിനായി പോകുന്നത്. ഇപ്പോൾ ഇവിടെ STP വന്നിട്ടുണ്ട്. സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 1700 വീടുകൾക്ക് കണക്ഷൻ നൽകി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ജനുവരിയോടുകൂടി അത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടക്കൊച്ചിയുടെ ആരോഗ്യപരമായ ഒരു മുന്നേറ്റത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ STP തുടങ്ങുന്ന സമയം വലിയ സ്വാഭാവികമായിട്ട് ഇതിനെപ്പറ്റി 1,20,00,000 രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ഈ നവീകരണ പദ്ധതിയിലൂടെ പ്രദേശത്തെ കായിക സൗകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ 40 കാര്യങ്ങൾ എഴുതി തന്റെ ഡയറിയിൽ വെച്ച കാര്യം മേയർ പറഞ്ഞില്ല. ഇങ്ങനെ 40 കാര്യങ്ങൾ എഴുതി വെച്ചത് ജനങ്ങളുടെ മുമ്പിൽ വളരെ അഭിമാനത്തോടെയും ധൈര്യത്തോടെയും പറയാൻ കഴിയാവുന്ന ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, മേയർമാർ, എത്ര പേര് നമ്മുടെ രാജ്യത്ത് കേരളത്തിലുണ്ട്? അങ്ങനെ നോക്കണമല്ലോ. കൊച്ചി നഗരസഭ മേയർക്ക് താൻ ഡയറിയിൽ എഴുതി വെച്ച 40 കാര്യങ്ങളും 40ാമത്തെ കാര്യം പൂർത്തീകരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നഗരസഭയിൽ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുവാൻ ബഹുമാനപ്പെട്ട മേയർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടക്കൊച്ചി 16-ാം ഡിവിഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ 59 മാറിയിരിക്കുകയാണ്. കൊച്ചി ന്യൂസ് ബ്യൂറോ, കൊച്ചി.